പറയാ സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ നാളെ പരലോകത്തവന്റെ മുഖത്ത് അല്ലാഹു നോക്കുകയില്ല. വാക്ക് 20 ദിവസം പഠനയിൽ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. മൂന്ന് വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ നാളെ പരലോകത്തെ റബ്ബിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ വജൂഹു യൗമൈദിൻ നാദിറാ إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه فراق മുട്ടുകാല് കൂട്ടിയിടിച്ചിട്ട് ജബ്ബാറായ കഹാറായ റബ്ബിന്റെ മുമ്പിൽ പേടിച്ച് കണ്ടു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ നരകത്തിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ മൂന്ന് വിഭാഗം ആളുകളുടെ മുഖത്തേക്ക് പോലും റബ്ബ് നോക്കില്ല. നിന്റെ റബ്ബിന്റെ നോട്ടമുണ്ടാവില്ല. റബ്ബിന്റെ നോട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് കാര്യമെന്താ? മൂന്ന് വിഭാഗം ആളുകൾ കാസർഗോഡ് പെണ്ണ് വിചാരിക്കും ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്തിനാ? ഞങ്ങൾ മുഴുവനും പറവയിട്ട് വന്നവരല്ലേ, മുഖം മറച്ചവളല്ലേ, തലമറച്ചവളല്ലേ? മുഴുവനും എല്ലാ പെണ്ണിനും പറവയാണ്. പക്ഷേ കല്യാണത്തിന്റെ വീട്ടിൽ നിന്റെ വേഷമേടാ പറയുവണ്ണേ. വാതിന് വരുമ്പോ എല്ലാവർക്കും ബുർക്കയുണ്ട്, എല്ലാവർക്കും പറവയുണ്ട്. പക്ഷേ വീട്ടിലെ കല്യാണം നടക്കുമ്പോ അന്യ പുരുഷനാക്കുന്ന യാത്ര ചെയ്യുമ്പോ ആ സമയത്ത് നിന്റെ വേഷമേടാ. കല്യാണ വീട്ടിലും അന്യ പുരുഷന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നീ മെടിയും ടോപ്പുമിട്ട് ശരീരം തുറന്നിടുന്ന വസ്ത്രമിട്ടിട്ട് വാകവിയുടെ വാത് കേൾക്കാൻ വരുമ്പോ പള്ളിക്കര മുരിയാറ് വാത് കേൾക്കാൻ പോകുമ്പോ പറഞ്ഞിട്ടിട്ട് കാര്യമെന്താ? ആ പറഞ്ഞ കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ? അല്ലാത്ത സമയത്ത് ഹറാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് വാതിന് മാത്രം പറഞ്ഞിട്ടാൽ എന്ത് കിട്ടാനാ? തലവ ചോദിച്ചതുപോലെ ഇരുമ്പിൻ ചുലക്ക് വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ. ഇരുമ്പിൻ ചുലക്ക് വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ. ഇരുമ്പിന്റെ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കിന്റെ കഷായം കുടിച്ച പോവും. വാതിന് മാത്രം പറഞ്ഞിട്ട് എന്താ കഥയുള്ളത്? അല്ലാത്ത സമയത്ത് എന്താ വേഷം? അതല്ല പ്രധാനം. അല്ലാത്ത സമയത്ത് വാതിന് വരാത്തപ്പോ പള്ളിക്ക് പോകാത്തപ്പോ ആ സമയത്ത് നിന്റെ വേഷം അതല്ലേ? ആ സമയത്തൊക്കെ ഹറാമ് ചെയ്യുക. എന്നിട്ട് വതുക്ക് വരുമ്പോ പറഞ്ഞിടുക ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നെ എന്ന് തഴവസ്ഥ ചോദിച്ചു. അള്ളാഹു ബോധം തരട്ടെ. നാളെ മൂന്ന് വിഭാഗം ആളുകൾ പരലോകത്തിൽ നിന്ന് അള്ള മുഖത്ത് ഒരു നോക്കൂല. 3 പേർ പറഞ്ഞുതരട്ടെ? വേണ്ട, നിർത്തണോ? പറഞ്ഞുതരണോ? ഒന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹു പറയാ വംറഅത്തുന മുത്തറജില ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ്. ഒന്ന് നിന്റെ മുഖത്ത് റബ്ബ് നോക്കില്ല. ഒന്ന് ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ്. ഇന്ന് മിക്കവാറും പെണ്ണിന്റെ വേഷം ആണിന്റെ വേഷമാ. ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് കലാലയത്തിന്റെ പ്രേമസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗവനത്തിന്റെ ചുവട്ടിലൂടെ ഒരു ലോലമായ ടീഷർട്ടും ജീൻസും ധരിച്ചിട്ട് ടീഷർട്ടിന്റെ പുറകു ഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ്ണ നഗ്നയാണ് എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്ന പെണ്ണ് അല്ല പറയാ വംറഅത്തുന മുത്തറജില ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ്. ഇന്ന് മിക്കവാറും തുണിക്കടകളിൽ പെണ്ണിനൊരു വേഷമുണ്ട്. ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് കാലുമേലങ്ങനെ കയറ്റിയിട്ടാൽ അവളുടെ തുകയുടെ മാംസള ഭാഗം മുഴുവനും കാണുന്ന ടൈറ്റായി കിടക്കുന്ന ഒരു സാധനം. എന്താ എന്റെ പേര്? നിങ്ങൾ വാവളിച്ചിരുന്നോ മേടിച്ചു കൊടുത്തിടിപ്പിച്ചിട്ട്? അതിന്റെ പേര് ലെഗിൻസ് എന്നാണ്. ശരീരത്തോട് കടിച്ചു പിടിച്ച് കിടക്കുന്ന ലെഗിൻസ് തനി ഹറാമാ. ഇപ്പൊ എല്ലാത്തിനും തല കുനിഞ്ഞു. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്നല്ല. നിങ്ങളോട് കബർ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പോകാം. അങ്ങനെ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ചോളം, പണ്ഡിതരെ സംബന്ധിച്ചോളം, പള്ളിക്കലെ ഖത്തീബിന് ഇപ്പൊ എന്താ പറയാൻ കാര്യം? പള്ളിക്കലെ ഖത്തീബിന്റെ ജോലി ഏതാ? നിങ്ങളിപ്പോ വാത് പറഞ്ഞിട്ട് ഇത് പറയാം ഞങ്ങളുടെ കച്ചവടം ഇല്ലാതാക്കണം. തുണിക്കച്ചവടക്കാരൻ ചിന്തിക്കേണ്ട. നമ്മൾ വാത് പറയുന്ന 2 കാര്യത്തിനാണ്. കാലു മഹ്ദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. ഖുർആൻ വൈദ് കാലത്തു ഉമ്മത്തും മിൻഹും ലിമ തഇലൂന ഖൗമനില്ല.
എന്തിന് നിങ്ങൾ വഅദ് പറയുന്നു എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചപ്പോ മുഹ്ലിക്കും മുഅദ്ദിബുഹും അദാബൻ ശദീദ, ആ തെറ്റ് ചെയ്യുന്നവരെ അല്ലാഹ് നശിപ്പിച്ചോട്ടെ, നിങ്ങൾക്കെന്ത് വഅദ് പറയണമെന്ന് ചോദിച്ചപ്പോ പ്രവാചകന്മാർ പറഞ്ഞൊരു മറുപടി, ഖാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനോട് സമാധാനം പറയണ്ടേ. വലഅല്ലഹും യത്തഖൂൻ, ഇത് കേട്ടിട്ട് ഒരാൾ നന്നായാലോ. അതുകൊണ്ട് പെങ്ങളെ ആ ഒരു ടൈറ്റായ ഒരു സാധനം ഉണ്ട്, എന്താ അതിന്റെ പേര്, നേരത്തെയൊക്കെ സാധനങ്ങൾ ഇപ്പൊ വസ്ത്രശാലയിൽ ചുരുട്ടി വെച്ചിരിക്കുക, ആകെ ഒരു ബലൂണിന്റെ അത്രേ ഉള്ളൂ, അത് കാലുമേൽ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ടാൽ അവളുടെ കാലിന് മുഴുവനും വടിവ് വെളിയിൽ കാണും. ആ സാധനം തനി ഹറാമാണ്. ഇനി അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, അകത്തിടുന്ന വസ്ത്രമല്ലേ നീ പറയുന്നത്, വെളിയിൽ അതിടുക. എന്നിട്ട് ഒരു ഇവിടൊക്കെ അങ്ങനെ ഇല്ലേ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേ, ഇല്ലേ? ഇത് മദീനയാണോ പറഞ്ഞാണോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ് ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ, വരാതിരിക്കട്ടെ. പക്ഷേ അതൊക്കെ നമ്മൾ വെളിയിൽ കാണുന്നതിനപ്പുറം ഒത്തിരി ഉണ്ട്. അത് ആണുങ്ങളും ടൈറ്റായ പാൻറ് ആണുങ്ങൾക്കും ഹറാമാണ്. ശരീരത്തിന്റെ വടിവ് കാണിക്കുന്ന വസ്ത്രം ആണിനും ഹറാമാണ്. കാരണം അത് കാണുന്ന ഒരാൾക്ക് വേറെന്തെങ്കിലും തോന്നാം. ചെറുപ്പക്കാരെ പാൻറ് കണ്ടിട്ടില്ലേ, ഈ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചു കിടക്കും. അതെങ്ങനെ കേട്ടിരുന്നു ഞാൻ ചിന്തിക്കാം. ഈ PVC പൈപ്പ് ചൂടാക്കണം, അത് ചൂടാക്കിയിട്ടൊക്കെ ഇത് വേറും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വംറഅത്തുൻ മുത്തറജ്ജില, ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണ് പടച്ചറബ് മുഖത്ത് നോക്കൂല. സമയമില്ലല്ലോ മനുഷ്യന്മാർ ഉണ്ടാ. നിങ്ങളുടെ വാലൊന്നും തീരൂല, എന്റെ വാലൊന്നും തീരൂല. നാളെ മഞ്ചേരിയില, ഇന്നലെ തളിപ്പുറം. മനുഷ്യനല്ലേ, വാള് പറയണൊരു അതിരില്ലേ, എന്തെന്നാ പറയാ, ഇതൊക്കെ ഫുൾ പവർ വാളാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഇപ്പൊ പറയാറുണ്ടായില്ല, എപ്പോഴാ വീണ്ടും തുടങ്ങി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. രണ്ടാമത്തെ ആൾ വംറഅത്തുൻ മുത്തറജ്ജില, ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഹദീസ് നിങ്ങൾ ഓർക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾ എന്നെ കാണാതിരിക്കട്ടെ. ഒന്ന് നിസാഉൻ ഖാസിയാത്തുൻ നാരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചരിഞ്ഞ് നടക്കണ പെണ്ണ്. അതാരാ? ചാഞ്ഞും ചരിഞ്ഞ് നടക്കണ പെണ്ണ്. ആ പെണ്ണ് ഏതെന്നറിയണമെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ചെരുപ്പ് കടയിൽ പോകണം. അവിടെ ഹീലുള്ളൊരു ചെരുപ്പ് കാണും, ഇത്രയും പൊക്കുണ്ടാവും, ഇത്രയും പൊക്കം. ആ സാധനം ഈ പെണ്ണ് കയറ്റിയിട്ടാൽ അവൾക്ക് ബാലൻസ് കിട്ടൂല. ഒന്ന് ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകും, അടുത്ത ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകും. അതാണ് മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചരിഞ്ഞും. ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ ആരും നടക്കും, ഇങ്ങനെ നടക്കോ? നമ്മളൊരു പുതിയ ലോകത്ത് ചിന്തിക്കുമ്പോ ഹീല് വല്ലാതെയുള്ള ചെരുപ്പ് അതും ഇട്ടിട്ട് ഈ ടൈറ്റുള്ള ജീൻസ് വിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു പെണ്ണ് നടക്കണം നോക്ക്, ഈ പെറാൻ പോണ താറാക്കോഴി നടക്കണ മാതിരി. നിങ്ങളിത് കേട്ടിട്ട് ചിരിക്കണ്ട, നിങ്ങളിപ്പോ കാര്യം. ഞാൻ അടുത്ത മൂന്നാമത്തെ ആളെ പറഞ്ഞുതരാം. നിങ്ങൾ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ എന്താ ചിരി, നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട. രണ്ടാമത്തെ ആളാരാ? പലിശ മേടിക്കുന്ന ആളുകൾ, പലിശയുടെ കച്ചവടം നടത്തുന്നവർ, പലിശയുടെ വ്യവസായം നടത്തുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ടവർ. നാളെ പരലോകത്തവന്റെ മുഖത്തേക്ക് റബ്ബ് നോക്കില്ല. പലിശയുമായി ബന്ധപ്പെട്ടവർ, പലിശ വെച്ചിട്ട് ജീവിക്കുന്നവർ. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. നാട്ടിൽ നിനക്ക് പ്രതാപമുണ്ടായേക്കാം, പലിശ കാശ് കൊണ്ട് നിനക്ക് ഏറ്റവും നല്ല കാറും വീടും ഉണ്ടായേക്കാം, ആളുകൾ നിന്നെ അത്ഭുതത്തേക്ക് നോക്കിയേക്കാം. പക്ഷേ നാളെ പണച്ചറപ്പ് നിന്റെ മുഖത്ത് നോക്കില്ല. പലിശ തിന്നുന്നതിനേക്കാൾ നല്ലൊരു പന്നിക്കാട്ടം തിന്നലാണ്. ആ പലിശ അത്രയേറെ വെറുക്കപ്പെട്ടതാണ്. നാളെ പരലോകത്തെ ഏറ്റവും ഗതിയില്ലാത്തവരാരാണ് നബിയെ എന്ന് ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, പരലോകത്ത് ഏറ്റവും ഗതികെട്ടവർ പലിശയുമായി ബന്ധപ്പെട്ടവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കട്ടെ. പടച്ചറപ്പ് മുഖത്തേക്ക് നോക്കാത്ത മൂന്നാമത്തെ ആളുകൾ, പെണ്ണിന്റെ വേഷവിധാനം പറഞ്ഞ പെണ്ണ് മുഖത്ത് നോക്കി ചിരിച്ചവരെ. മൂന്നാമത്തെ ആൾ മൂന്നാമത്തവൻ ദയ്യൂസ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയും പെൺമക്കളും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജീവിക്കുന്നെന്ന് പലരും പറഞ്ഞിട്ടും അതിനെ